സംസ്ഥാനത്ത് ഹൈസ്കൂൾ പരീക്ഷകളിൽ മാർക്ക് ദാനം അവസാനിപ്പിക്കുന്നു. മാർക്ക് വാരിക്കോരി നൽകി ഓൾ പാസ് നൽകുന്നതിന് പകരം സബ്ജക്ട് മിനിമം ഏർപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 8ാം ക്ലാസ്സിൽ ഈ വർഷവും 9ൽ അടുത്ത വർഷവും SSLCക്ക് 2026-27 അധ്യയന വർഷവും സബ്ജക്ട് മിനിമം കൊണ്ടുവരും. ഖാദർ കമ്മിറ്റി ശുപാർശകൾ അതേപടി നടപ്പാക്കാൻ ആവില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 8ാം ക്ലാസ് വരെ ഒരു വിദ്യാർത്ഥിയെയും പരാജയപ്പെടുത്താൻ പാടില്ല. ഇതനുസരിച്ചായിരുന്നു സംസ്ഥാനത്തും 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ് കയറ്റത്തിന് ഓൾ പാസ് സമ്പ്രദായം കൊണ്ടുവന്നത്. എന്നാൽ വിദ്യാഭ്യാസ നിലവാരത്തെ ഇത് തകർക്കുന്നുവെന്ന വിമർശനമാണ് പിന്നീടുണ്ടായത്. വിദ്യാഭ്യാസ വകുപ്പും അത് ശരിവയ്ക്കുന്നു. SSLC പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് നിർബന്ധമാക്കാനായി ചേർന്ന വിദ്യാഭ്യാസ കോൺക്ലേവിൽ ഇക്കാര്യവും ചർച്ചയായിരുന്നു. തുടർന്നാണ് 8-9 ക്ലാസുകളിൽ കൂടി വിജയത്തിന് നിശ്ചിത ശതമാനം മാർക്ക് ഏർപ്പെടുത്താനും നിലവിലുള്ള ഓൾ പാസ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്താനും കോൺക്ലേവ് ശുപാർശ ചെയ്തത്. ഇത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചു. മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയും തേടി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ശുപാർശ അംഗീകരിച്ചാണ് ഓൾ പാസ് സമ്പ്രദായം ഒഴിവാക്കുന്നത്. ഈ അധ്യയന വർഷം മുതൽ 8ൽ നിന്ന് 9ാം ക്ലാസ്സിലെത്താൻ വാർഷിക പരീക്ഷ പാസ്സാകണം. അടുത്ത വർഷം 9ാം ക്ലാസ്സിലും ഇത് നടപ്പാക്കും. 2026-27 മുതൽ SSLCക്കും വിജയശതമാനം 2026-27 മുതൽ SSLC പരീക്ഷയ്ക്കും വിജയിക്കാൻ 30% മാർക്ക് വേണമെന്ന നിബന്ധന നിലവിൽ വരും. ഇതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയരുമെന്നാണ് പ്രതീക്ഷ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ പൂർണ്ണമായി നടപ്പാക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് 2 ഭാഗമായിട്ടാണ് തയ്യാറാക്കി ആ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത്. 1ാം ഭാഗം കഴിഞ്ഞ വർഷം തന്നെ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നടപ്പിലാക്കി. ഒരു റിപ്പോർട്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. വലിയ റിപ്പോർട്ടാണ് രണ്ട് റിപ്പോർട്ടിൽ. ആ പുസ്തകത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ അക്കാഡമിക് ടൈം രാവിലെ മുതൽ ഉച്ച വരെ എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ട്. അതിൽ മാറ്റം വരുത്താമോ? 2 പിന്നെ അധ്യാപക നിയമനം എയ്ഡഡ് മാനേജ്മെൻറ്റില്ല, PSCക്ക് വിടുമോ? ഇത് 2ലെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിസഭയിൽ കൊണ്ടുപോയി ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത് കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എയ്ഡഡ് അധ്യാപക നിയമനം PSCക്ക് വിടുന്ന ഉൾപ്പെടെയുള്ള ശുപാർശകളിലാണ് സർക്കാർ പിന്നോട്ട് പോകുന്നത്. NSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ശക്തമായ എതിർപ്പാണ് കാരണം. സ്കൂൾ പഠന സമയം മാറ്റുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.